എന്താ എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും ഇവര് മുട അടങ്ങിയത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. എല്ലാവരും ചായ കുടിച്ചിട്ട് തന്നെ വന്നിരിക്കണം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അശ്വതി, ഇന്നാരാ നമ്മുടെ ഗസ്റ്റ്? സുരാജേട്ടാ. എന്നെ മനസ്സിലായില്ല, ഞാൻ സുരാജ്. അത് മനസ്സിലായി. സുരാജേട്ടാ. നമസ്തേ. നമസ്തേ. നമ്മൾ ക്ഷണിക്കപ്പെടാതെ ഒരു ചേട്ടൻ ദാ സ്റ്റേജിലേക്ക് വലിഞ്ഞു കയറി വന്നിട്ടുണ്ട്. എന്താ പേര്? എൻ്റെ പേര് സുരാജ് എന്നാണ്. എന്റെ പേര് സുരാജ് എന്നാണ്. എൻ്റെ സ്ഥലം വെഞ്ഞാറമൂടാണ്. നിങ്ങളുടെ? എന്റെ സ്ഥലവും വെഞ്ഞാറമൂടാണ്. എനിക്ക് മനസ്സിലായില്ല, ഇത് ആരാത് ശരിക്കും? ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചോദ്യമുണ്ട്, അത് ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. തെറ്റിക്കാതെ പറയണം. തെറ്റിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും. ഞാൻ ചോദിക്കട്ടെ? പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. ഇതിപ്പോ ഞാൻ വല്ലപ്പോഴും ഒക്കെ സംസാരിക്കുന്നല്ലേ, നിങ്ങൾക്ക് എന്ത് പറ്റി? പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്, പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അടുത്ത ഞാൻ പറഞ്ഞു തരാം. എന്റെ പൊന്നെ, ഇത് കറക്റ്റ് ആയിട്ട് അങ്ങ് പറയണല്ലേ, എന്നെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന്. തനിക്ക് തെറ്റിപ്പോയത്. ശരിക്കും സുരാജ് ഞാനാണ്. അതെങ്ങനെ ശരിയാവും? ഇതെന്തോ കുഴപ്പമുണ്ടല്ലോ. ഇയാളുടെ കൂടെ ആരും വന്നില്ലേ? ആരെങ്ങോട്ട് കയറ്റി വിട്ട ഇയാളെ? ഒന്നും പറയല്ലേ, എന്റെ അനുഗ്രഹനാണ്. സംഭവിച്ചു സമ്പാദിച്ചു സംഭവിച്ചപ്പോയി എന്റെ പ്രശ്നം. സുരാജ് എന്ന് പറഞ്ഞ അവന് പ്രാന്ത. സുരാജ് എന്ന് പറഞ്ഞ അവന് പ്രാന്ത. എന്നാ പിന്നെ സുരാജ് എന്ന് പറയാതിരുന്നു. ജില്ലയിലും പ്രാന്ത, എങ്ങനെയാണെങ്കിലും പ്രാന്ത, അല്ലെങ്കിലും പ്രാന്ത. ഇതിപ്പോ എന്തിനാ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടു? ഇങ്ങനെ സംഭവത്തിൽ മോനെ സുരാജിന് ആരാധനയാണ്, ഭയങ്കര ഇഷ്ടമാണ് അവന്. എല്ലാ സിനിമയും കാണും, എല്ലാ ഡയലോഗ് കാണാപ്പാടുമാണ്, എല്ലാ ഡയലോഗും കാണാപ്പാടുമാണ്, എല്ലാ ഡയലോഗും എല്ലാ സിനിമയും കാണും, പ്രോഗ്രാമും കാണും, എല്ലാം കാണും. അതിന്റെ പ്രശ്നമായിരിക്കും. അങ്ങനെ കഴിഞ്ഞ തവണ ഇവിടെ നേരിട്ട് സുരാജ് മോനെ കാണണം പറഞ്ഞു. ഇവിടെ വന്നിരുന്നു നേരിട്ട് കാണണമെന്ന്. അങ്ങനെ കഴിഞ്ഞ ഷൂട്ടിന് ഞങ്ങൾ കൊണ്ടുവന്നെ നേരിട്ട് അവനെ കാണിച്ചു കഴിഞ്ഞ് എന്റെ പൊന്നു കുഞ്ഞ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എന്നെ അവൻ ഉറങ്ങിയിട്ടില്ല. സുരാജ് മോൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, ചിരിക്കുക, കരയുക, ഇപ്പൊ മിമിക്രി കളിക്കുക. എനിക്കറിയാൻ പോലെ എന്റെ പൊന്നുമണി മേശരിപ്പണിയാണ് പയ്യനെ. ശരിക്കും ജോലി മേശരിപ്പണിയാണ് അല്ലാന്നാണ് പുള്ളി പറയുന്നത്. അല്ല, മേശരിപ്പണിയാണ്. മേശരിപ്പണി ഇപ്പൊ ആക്ടറാണ്. ഇപ്പം എന്താ ജൂനിയർ സുരാജ് ഇപ്പൊ പണിക്ക് മേശരി പണിക്ക് പോകുന്ന സ്ഥലത്ത് ഫ്ലെക്സ് വെച്ചേക്കുക, ജൂനിയർ സുരാജ് ഇവിടെ പണിക്ക് വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയാണ് പണിക്ക് പോകുന്നത്. പ്രശ്നം എന്താണെന്നറിയാം, ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് എനിക്ക്. പാവം പിടിച്ച ഞാൻ മാത്രമല്ല ഉള്ള വീട്ടില്. എവനെ വൈകിട്ട് വരുമ്പോഴേ ഈ മോനെ പണ്ട് സ്കിറ്റ് കളിച്ചില്ലായിരുന്നു, മിമിക്രിക്കകത്ത് കാണിച്ചില്ല, കുടിയന്റെ ഐറ്റം മറ്റേ ഈ ട്യൂബിൽ ഇങ്ങനെ കുരുങ്ങുന്നത്, വേറൊരാളെ പിടിച്ച് കയറ്റിട്ട് ഇങ്ങനെ കുരുങ്ങുന്നത്, ട്യൂബിനകത്ത് വന്നിരിക്കുന്നു. അത് അവൻ കള്ളും കുടിച്ചിട്ട് അവൻ വന്നിട്ട് എന്നെ വിളിക്കും, അമ്മാവന്ന് വന്നേന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് നിന്റെ അടി, ഞാൻ ഇങ്ങനെ ഇരിക്കുവാ എന്റെ അടിയിൽ, ഇങ്ങനെ ഒരു ട്യൂബിനകത്ത് കയറ്റും. എന്നിട്ട് അവൻ എന്തോടാ നീ പറഞ്ഞു? എന്നിട്ട് എടേ പിടുത്ത ഓവറായി പോയി, ഒന്നും അറിയാൻ വയ്യ. നീ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് നീ ഒന്ന് ആലോചിച്ച് ഓക്കെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വലിഞ്ഞു വിളിച്ച് കയറിയത്. അതുപോലെ ഒന്ന് ഊരി ഓക്കെയാണ്. ഭഗവാന് എനിക്ക് ഊരണ്ട, ഇവനെ ഏത് നേരത്ര വലിച്ചു കയറ്റിയത്. ഞാൻ ട്യൂബിനകത്ത് എത്ര മണി വരെ? വെളുക്ക 3 മണി വരെ പാമ്പ് ട്യൂബിനകത്ത്. 3 മണി വരെ നിങ്ങളെ ട്യൂബിനകത്ത് കയറ്റി. അത് ഞാൻ ചെയ്ത ഒരു ഹിറ്റ് ഐറ്റം ആയിരുന്നു. അപ്പൊ അത് ഇമിറ്റേഷൻ വരുമ്പോഴാണ്, ഇല്ലെങ്കിൽ അത് അനുകരിക്കാൻ തോന്നുമ്പോഴാണ് നിങ്ങളെ വിളിച്ച് കയറ്റുന്നത്. ഒറ്റ വലിയ പ്രശ്നമൊന്നുമില്ല, ഇല്ല, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നം എന്നല്ലേ ഇയാള് പറയുന്നത്? എവിടെ പോയിട്ട് വരുന്നു? ഒന്നും പറയണ്ട, അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ. എങ്ങനെ ചിരിക്കാതിരിക്കും? പുള്ളിക്കാരന് ചിക്കൻ കുനിയ പിടിക്കുമെന്ന് കരുതി നാട്ടിൽ നിന്ന് ഡിണ്ടികളുള്ള മോളുടെ വീട്ടിൽ പോയതാ. അവിടെ വെച്ച് കാള കുത്തി മരിച്ചു. ഉറക്കപ്പായി എഴുന്നേറ്റ് പശുവെന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ. ദോഷം പറയരുത്, കാളയുടെ ഒറ്റ കുത്തിന് എന്നെ അമ്മ മരിച്ചു കൊടുത്തു. കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ ബലിയർപ്പിച്ച ആ മഹാ മനുഷ്യനെ വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. പിന്നെ കല്യാണം. ഇത് എന്റെ അണ്ണൻ തമ്പി എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗാണ്. പക്ഷെ നിങ്ങൾക്ക് വട്ടാണെങ്കിലും ഉണ്ടല്ലോ, അസലായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടോ. പ്രോത്സാഹിപ്പിക്കല്ലേ, നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളുടെ കാര്യം പ്രശ്നം. നിങ്ങൾ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോയില്ലേ? ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർ പറയണേ മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ.
മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ. പേഴ്സണാലിറ്റി ഡിസോർഡർ. ആ. അപ്പൊ ഞാൻ വിചാരിച്ചിനി പോഷക കുറവുള്ള ആഹാരം കൊടുത്തു കഴിയുമ്പോൾ ഡോക്ടർമാർ നമ്മളോട് ദേഷ്യപ്പെടത്തില്ലേ? പോഷകാഹാരത്തിന്റെ കുറവാണെന്ന് കരുതിയിട്ട് നമ്മളോട് ദേഷ്യപ്പെട്ടാന്ന് പറഞ്ഞു ഞാൻ അവനെ വിളിച്ചോണ്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു.